ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്കിൽ എന്തിരിക്കുന്നു? ഒരു വാക്കിൽ സ്വർഗമോ നരകമോ ഒളിഞ്ഞിരിപ്പുണ്ട് സഹോദരങ്ങളെ. വാക്കിൻ്റെ ശക്തി അവർണ്ണനീയമാണ്. ആ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പിടിച്ചുയർത്തുവാൻ, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ പുറകോട്ട് വലിക്കുവാൻ ചില വാക്കുകൾക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനജനകമായ വാക്കുകളുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ലഭിച്ച വലിയൊരു കാരുണ്യം, സപ്പോർട്ട് എല്ലാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. കാരണം ഇന്ന് നമ്മളായി നിൽക്കുന്നതിന് പിന്നിൽ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ സംരക്ഷിച്ചവർ, നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച വ്യക്തികൾ ധാരാളമാണ്. ഏറ്റവും സ്നേഹത്തോടെ അവരെയൊക്കെ ഓർക്കാം, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, സിനിമ നടന്മാരെയും നടിമാരെയും ഒക്കെ അവരെയൊക്കെ വളർത്തി വലുതാക്കിയ വ്യക്തികളിലേക്ക് അവർ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ, ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് ഓടിച്ചെല്ലുക, അവരെയൊക്കെ ബഹുമാനിക്കുക. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെ സംരക്ഷിച്ചവരുണ്ട്, വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയവരുണ്ട്. തീർച്ചയായും അവരെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ മറുവശത്ത് വാക്കുകളുടെ പ്രഹരമേറ്റ് വാക്കുകളാൽ വേദനിക്കുന്ന, മുറിവേറ്റവരായിട്ട് മാറുന്ന വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്. എന്നോട് ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, ഒരു നിമിഷത്തെ സംയമനം, ഒരു നിമിഷത്തെ ഏറ്റുപറച്ചിൽ, അത് മതിയായിരുന്നു എൻ്റെ ജീവിതം സുന്ദരമാക്കാൻ എന്ന്. ഇന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം വലിയ വേദനയാ, ദുഃഖമാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, വിവാഹം കഴിഞ്ഞു, സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കുക ചെയ്യുന്നത്. യുവത്വത്തിൻ്റെ തിളപ്പും എടുത്തുചാട്ടവും എല്ലാം ഉണ്ടായിരുന്നു. ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ പലപ്പോഴും കുറവുകളിലേക്ക് മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. 2 മക്കളുമുണ്ടായി. 7-7.5 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഇദ്ദേഹം എല്ലാ ദിവസവും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമായിരുന്നു. നമുക്കറിയാലോ സ്നേഹമുള്ളവരെ, ശാരീരികമായി ഉപദ്രവിക്കുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, മുറിപ്പെടുത്തുക എന്നുള്ളത്. അവസാനം അവർ തീരുമാനിച്ചു വേർപെട്ട് ജീവിക്കുവാനായിട്ട്. അങ്ങനെ അവർക്ക് ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്തു. ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ചു നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ തനിയെ ജീവിക്കുന്നത് വലിയ പ്രയാസത്തിലൂടെ പോയി. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു. 3 മാസം അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പം അവിടെയും അസ്വസ്ഥത, ആ ജീവിതവും താറുമാറായി. കുറച്ചു നാളുകൾക്ക് ശേഷം വേറൊരാളെ സ്വീകരിച്ചു. ഏകദേശം 8 മാസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെയും താളപ്പിഴകൾ. പിന്നെ 3-4 വർഷങ്ങൾക്ക് ശേഷം വേറൊരാളെ സ്വീകരിച്ചു. അത് ഏകദേശം 4.5 മാസം മാത്രം അതിന് ആയുസ്. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹം തീരുമാനമെടുത്തു, ഇനിയും ഇങ്ങനെയൊരു ജീവിതമില്ല, ഞാൻ കാരണം ആരുടെയും ജീവിതം ഇങ്ങനെ വഴിമുട്ടിക്കുവാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അച്ചോ, ആദ്യം ദൈവം തന്ന എൻ്റെ വിവാഹത്തിലെ ആ ജീവിത പങ്കാളി ദൈവം തന്ന ജീവിത പങ്കാളിയായിരുന്നു. ഒരു നിമിഷത്തെ സംയമനം, ഒരു നിമിഷത്തെ ഏറ്റുപറച്ചിൽ, അതുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്ന്. കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം ഉപേക്ഷിച്ചു പോയ ആ ജീവിത പങ്കാളിയും എൻ്റെ അടുക്കൽ വന്നു. കുറച്ചു നേരം സംസാരിച്ചു. അച്ചോ, ജീവിതത്തിൽ വലിയ വേദനയായിരുന്നു, ദുഃഖമായിരുന്നു. ജീവിതത്തിൻ്റെ ഒത്തിരി കർമ്മമണ്ഡലങ്ങളിലെ സഹായിക്കാനായിട്ട് ധാരാളം വ്യക്തികൾ വന്നു. നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി. ഈ 2 മക്കളെയും പഠിപ്പിച്ച്
വലിയ നിലയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുകയാണ്. പക്ഷെ അച്ചു ഓർക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം സ്വീകരിച്ച ജീവിത പങ്കാളി അദ്ദേഹം മാത്രമേ ഇന്നും ഉള്ളൂ, എപ്പോഴും ഉള്ളൂ, ഞാൻ വേറൊരാളെയും സ്വീകരിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ചില വാക്കുകൾ അതെൻ്റെ മനസ്സ് മരവിപ്പിച്ച് കളയുക. കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പതുക്കെ എത്തുക. പക്ഷേ ആ തീരുമാനത്തിലേക്ക് വരാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ആദ്യ 7-7.5 വർഷം ജീവിച്ചപ്പോൾ എന്നും പറയാറുള്ള ഒരു കുത്തുവാക്ക് അത് മറക്കാനായിട്ട് സാധിക്കുന്നില്ല, പൊറുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആയതിനാൽ തീരുമാനമെടുത്തു, നമുക്ക് നല്ല കൂട്ടുകാരായി, സുഹൃത്തുക്കളായി ജീവിക്കാം, ഇടയ്ക്ക് ഫോൺ വിളിക്കാം, കരുതാം, സ്നേഹിക്കാം, അത്രമാത്രം. സ്നേഹമുള്ളവരെ, ഇതാണ് വാക്കുകളുടെ ശക്തി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ വാക്കുകൾക്ക് ഒരു സ്വർഗത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നീറി പുകയുന്ന ജീവിതാവസ്ഥകളിലൂടെ നരകതുല്യമായ യാതനകളിലേക്കും വേദനകളിലേക്കും ഈ വാക്കുകൾക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, സംയമനത്തോടെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. വാക്കുകൾ കൊണ്ട് പോർവിളി നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വാക്കുകൾ കൊണ്ട് വീഴ്ത്തുക, തളർത്തുക, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. നമ്മളൊക്കെ എന്ത് നേടുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ? ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ആ വ്യക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മിൽ നിന്ന് അകന്നുപോയ വ്യക്തികൾ, അവർ നമ്മിൽ നിന്ന് പാടെ അകറ്റപ്പെട്ടു. നമ്മെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, വേദനയാണ്. മുഖം തിരിച്ച് മാറി നടക്കുവാനായിട്ട് ശ്രമിക്കും. വലിയ ഭാരത്തോടെ, വലിയ വേദനയോടുകൂടിയാണ് ജീവിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഉപയോഗിക്കുന്ന വാക്കുകൾ വിജ്ഞാനത്തോടെ ഉപയോഗിക്കാൻ, ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു വചനമുണ്ട്, എൻ്റെ അധരങ്ങൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും നാവിന് കാവൽക്കാരനും ഉണ്ടായിരുന്നുവെങ്കിൽ വാക്കുകൾ കൊണ്ട് ഞാൻ ഒരിക്കലും വീഴ്ത്തപ്പെടുകയില്ലായിരുന്നു എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ നാവിനെ, വാക്കുകളെ അങ്ങ് നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ തന്നെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ സുഖമാണോ എന്ന് ചോദിക്കും. സുഖമാണോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ തിരിച്ച് സുഖമാണ് എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടോ? ചിലപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പറയും കുഴപ്പമില്ല എന്ന് പറയും. ആ കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ജീവിതത്തിൽ സംതൃപ്തിയില്ലാത്ത, അസ്വസ്ഥമായ ജീവിതം നയിക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ നമ്മളെന്നും സുഖമായിരിക്കും. ഇനി വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ഇതൊക്കെ അങ്ങ് മാറിപ്പോകും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് സുഖമാണ് എന്ന് പറയാൻ സാധിക്കട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ന്യൂജൻ ഭാഷകളൊക്കെ ഉണ്ട്. ഇയാൾ ഒരു ദുരന്തമാണ്, പരാജയമാണ്, ഒരു സീനാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് അർത്ഥങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ചിലപ്പോൾ തമാശ രൂപേണയായിരിക്കാം ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു നെഗറ്റീവ് ധ്വനിയുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, തുടർച്ചയായി പരാതി പറയുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അങ്ങനെ പറഞ്ഞാൽ അവരെ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്ക് ആ പരാതികൾ, നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചാറ്റൽ മഴ പോലെയാണ് പരാതികൾ നമ്മിലേക്ക് വരിക എന്നത്. പരാതി പറയുന്നത് ആസിഡ് മഴ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്. കാരണം എന്താ? ഇത് കേട്ട് കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് വരിക. ഒരു 5 മിനിറ്റ് എപ്പോഴും എല്ലാത്തിനെക്കുറിച്ചും പരാതി പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ
കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കും. സമൂഹം, രാഷ്ട്രീയ നേതാക്കൾ, പിന്നെ നമ്മുടെയൊക്കെ പള്ളി അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ അയൽവക്കംകാർ വളരെ നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്നു. നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചാൽ ഇയാൾ പറയും എനിക്കും കുറവുണ്ട്. അപ്പം ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള തത്വത്തിലേക്കാണ് എത്തുക. ഇങ്ങനെ വന്നു കഴിയുമ്പം എപ്പോഴും പരാതി നിറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ നമ്മൾ അകപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവർ, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. സബ്ജക്റ്റ് മാറ്റിവിടാം. പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം, പെട്ടെന്ന് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പം ഓരോ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം അങ്ങനെ ആ ഒരു അന്തരീക്ഷം ഒരു സന്തോഷഭരിതമാക്കിയില്ല എങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വാക്കുകളുടെ നിയന്ത്രണം, പരാതി പറയാതെ, പരാതി കേൾക്കാതെ ജീവിക്കുവാനായിട്ടെന്ന് ശ്രമിക്കാം. അമേരിക്കയിലെ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ പേരാണ് നാൻസി. നെഗറ്റീവ് നാൻസി എന്നാണ് ആ കഥാപാത്രം അറിയപ്പെടുക. കാരണം ആ നാൻസി കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ആ നാൻസി കാതിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. വാ തുറന്നാൽ ആ നാൻസി സംസാരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇങ്ങനെയൊരു കഥാപാത്രത്തെ ആ നാടകത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ജീവിതം മുഴുവൻ ഇങ്ങനെ നെഗറ്റീവാണ്. ആ നെഗറ്റീവായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ വന്നാൽ സ്നേഹമുള്ളവരെ, നെഗറ്റീവായിട്ടുള്ള സംസാരം, ആ രീതികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ഒന്ന് ശ്രമിക്കാം. ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന, ജീവിതത്തിലെ മോശമായ അവസ്ഥകളെ മാത്രം എടുത്ത് വിശകലനം ചെയ്ത് സംസാരിക്കുന്ന വ്യക്തികളുടെ കൂടെ ഞാനോ നിങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുക. നമ്മിലെ പോസിറ്റീവ് എനർജി ഇല്ലാതാകും. ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാണ്. നമ്മിൽ ഉള്ളിലെ സന്തോഷം പോയി, ക്രിയാത്മകത പോയി, ആ വ്യക്തിയോട് ദേഷ്യം, ഇത്ര സമയം കളഞ്ഞല്ലോ എന്നുള്ള ദേഷ്യം, ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെയാ ജീവിതം വിജയിക്കുക. അങ്ങനെ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. നമ്മുടെയൊക്കെ ചിന്തകൾ എന്ന് പറയുന്നത്, ചിന്തകൾ അതെ പൂപ്പൽ പോലെയാണ്. നമുക്കറിയാലോ, ഈ പൂപ്പൽ പതുക്കെ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ പതുക്കെ 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 ആ പൂപ്പൽ അങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ അധമ ചിന്തകളാകുന്ന പൂപ്പലങ്ങ് മാറ്റിയിട്ട് സച്ചിന്തകൾ കൊണ്ട് നമ്മൾ മനസ്സ് നിറയ്ക്കുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പ്രകാശമാണ്, ജീവിക്കാൻ തോന്നും, വീണ്ടും വീണ്ടും ജീവിക്കാനായിട്ട് തോന്നും. ഒരു മനുഷ്യനെ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കുറവുകളിലേക്കായിരിക്കാം ആദ്യം പോവുക. എന്നാൽ മറിച്ച് ആ വ്യക്തി എത്ര സ്നേഹമുള്ള വ്യക്തിയാണ്, എത്രമാത്രം കഴിവുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വേദനകളൊക്കെ ആരോടും പറയാതെ, അധികം പ്രദർശിപ്പിക്കാതെ നിശബ്ദമായിട്ട് എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്, രാപ്പകൽ എത്രമാത്രം അധ്വാനിക്കുന്നു, എത്ര സന്തോഷത്തോടെ അദ്ദേഹം ജീവിക്കുന്നത്, ഏൽപ്പിച്ച ജോലിയിൽ എത്രമാത്രം കമ്മിറ്റ്മെൻ്റാണ്. അതൊക്കെ ഓർത്ത് നന്ദി പറയാം. സ്നേഹമുള്ളതേ, അവിടെ ഒരു എനർജി ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പം, ആത്മാർത്ഥതയുണ്ട്, ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയുമ്പം അവർക്കെന്തൊരു സന്തോഷമാണ്. അതാണ് നമ്മുടെയൊക്കെ ജീവിതം. പ്രസിദ്ധ തത്വചിന്തകനായ മാർക്ക് ട്വെയിൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഒരു അഭിനന്ദനത്തിൻ്റെ പേരിൽ 2 മാസം എനിക്ക് സന്തോഷമായി ജീവിക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാൻ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ, എനിക്ക് പറ്റുമോ എന്ന ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ആ അഭിനന്ദന വാക്കുകൾ എനിക്ക് ഊർജം പകർന്നു തന്നുകൊണ്ടിരുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നല്ല വാക്കുകൾ നമ്മളെ ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റിവിറ്റി മെനുവിലേക്ക് നമ്മൾ വരിക. ഇന്ന് മെനു അനുസരിച്ച് ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഒരു മെനു ഉണ്ട് എല്ലാത്തിനും. ആ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു മെനുവിലേക്ക് നമുക്ക് വരാം. രാവിലെ എഴുന്നേൽക്കുമ്പം നല്ലൊരു തീരുമാനമെടുക്കാം.
ഇന്ന് ശുഭദിനമാണ്. ആയതിനാൽ ഞാൻ കാണാൻ പോകുന്ന വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അൺസീനായിട്ടിരിക്കുന്ന ഒരുപാട് വേദനകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പം ഞാനായിട്ടെന്തിനാണ് അവർക്കൊരു വേദന കൊടുക്കുക, ദുഃഖം കൊടുക്കുക, ഒരു വലിയൊരു ഭാരം കൊടുക്കുക? ജീവിതത്തെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ലൈറ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അവിടെയാ ജീവിതം വിജയിക്കുക. സ്നേഹമുള്ളവരെ, അങ്ങനെയായാൽ ആ ദിവസത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കുക. ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു കാര്യമാണ് ചെയ്തെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുക. സ്നേഹമുള്ളവരെ, ഏതെല്ലാം ഫീൽഡിൽ എത്രയോ പേര് വർക്ക് ചെയ്യുന്നു. വലിയ വർക്കുകൾ ചെയ്യുന്നവരുണ്ട്, അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കുന്നവരുണ്ട്, പിയോണിൻ്റെ ജോലികൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവരൊക്കെ ചില വ്യക്തികൾ എത്ര സമർപ്പണഭാവത്തോടെയാണ്, കമ്മിറ്റ്മെൻറ്റോടു കൂടിയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വേണ്ടത്. ആയതിനാൽ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഗോസിപ്പ് പ്രൊഹിബിഷൻ ഏരിയ, അതായത് പരദൂഷണം പറഞ്ഞ് പരത്തില്ല, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ കാണൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു നെഗറ്റിവിറ്റി ഡയറ്റ്, നമുക്കറിയാലോ ഡയറ്റ് എടുക്കുന്ന ദിവസങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. കാരണം എന്താ, അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ വാക്കുകളെ ഞാൻ സൂക്ഷിക്കും. ആരെയും മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കില്ല. വേദനാജനകമായ സംഭവങ്ങളുണ്ടാവാം, പക്ഷേ ഒരു നിമിഷത്തെ ആലോചന, സംയമനം, അതിനുശേഷമുള്ള മറുപടി, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടുന്ന ഒരു രീതി, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വലുതാണ് സഹോദരങ്ങളെ. നമ്മളൊക്കെ അസ്വസ്ഥരായിട്ട് വീടുകളിൽ നിന്നൊക്കെ അസ്വസ്ഥരായി ഇറങ്ങി ഓഫീസുകളിലേക്കൊക്കെ ചെല്ലുന്നു. നമ്മുടെയൊക്കെ അടുത്തേക്ക് മറ്റുള്ള വ്യക്തികളൊക്കെ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് അസ്വസ്ഥരായിട്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചാൻസ് ലഭിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന, നമുക്ക് നമ്മുടെ തന്നെ നിയന്ത്രണം നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക. അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി ഡയറ്റ് നമുക്കത് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. എനിക്ക് അറിയാവുന്ന ചില കുടുംബങ്ങളുണ്ട്. ഒരു സഹോദരി എന്നോട് പങ്കുവച്ചത്, ഒരു വീട്ടമ്മയാണ് പങ്കുവച്ചത് ഇപ്രകാരമാണ്. ആ വീട്ടമ്മയ്ക്ക് മാനസികമായ ചെറിയൊരു വിഷമമുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. ഏകദേശം കുടുംബജീവിതം ആരംഭിച്ചിട്ട് 40-45 വർഷങ്ങളായി. ആ വീട്ടമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചോ വലിയ പ്രയാസമാണ് ജീവിതത്തിൽ. കാരണം എനിക്ക് മാനസികമായ ഒരു ചെറിയൊരു വിഷമമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വലിയൊരു പ്രയാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചിലപ്പോഴൊക്കെ ഞാൻ മരുന്നെടുക്കാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പം മരുന്നെടുക്കാതെ തന്നെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വലിയൊരു ശക്തി പ്രാർത്ഥനയിലൂടെ ദൈവം തന്നിട്ടുണ്ട്. എങ്കിലും വച്ചാൽ എൻ്റെ മനസ്സിൻ്റെ വിഷമം എന്ന് പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിയുടെ വീട്ടിലുള്ള ഒരു വ്യക്തി എന്നെ മാനസിക രോഗി എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ച് എന്നെ ചീത്ത വിളിച്ചു. ആ അതേ വാക്കുപയോഗിച്ച് എൻ്റെ ഭർത്താവ് ഏകദേശം 25-28 വർഷമായി അതേ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ മുറിപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഈ ഒരു പദപ്രയോഗത്തിലൂടെയാണ്. അത് എന്നെ വളരെയധികം തളർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ദേഷ്യം എന്ന് പറയുമ്പം ചീത്ത വിളിക്കുന്നതിനോടൊപ്പം ഈ വാക്കുകളിലൂടെ എന്നെ വേദനിപ്പിക്കുക. നാട്ടുകാരോ വീട്ടുകാരോ കേട്ടാൽ യാതൊരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ഈ മനുഷ്യൻ ഇതിങ്ങനെ നാവേ പാഠമായിപ്പോയി. നമുക്കറിയാലോ, 21 ദിവസം മതി പുതിയ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. 21 ദിവസം, 21 ആഴ്ച, 21 മാസം, 21 വർഷം. പിന്നെ ഇത് കഴിയുമ്പം സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അത് തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം എനിക്ക് തോന്നി, ഈ സഹോദരിക്കാണോ ആ സഹോദരനാണോ മാനസികമായ വൈകല്യമുള്ളത് എന്ന്. കാരണം എന്താ, നമ്മൾ അങ്ങനെ ഒരിക്കലും
മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാനായിട്ട് പാടില്ല സഹോദരങ്ങളെ. കാരണം എല്ലാം ഉപേക്ഷിച്ച് നമ്മളെ ശുശ്രൂഷിക്കുകയും നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഇതുപോലുള്ള വാക്കുകളിലൂടെ വേദനിപ്പിക്കുമ്പം അത് നമ്മൾ മാറ്റാനായിട്ട് തയ്യാറായില്ലെങ്കിൽ, ബോധപൂർവം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ദൈവം തന്നെയാണ് അതിന് ഉത്തരം നമ്മളോട് ചോദിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ വാക്കുകൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. മാറി നിൽക്കണം. ഇന്ന് തന്നെ ജീവിതത്തെക്കുറിച്ച് അവലോകനം ചെയ്യണം. എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ കൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട്, ചീത്ത വാക്കുകൾ കൊണ്ട് ഞാൻ വേദനിപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൽ നിന്ന് മാറണം പ്രിയപ്പെട്ടവരെ. വലിയൊരു ഡെലിവറൻസ്, വിടുതൽ നിങ്ങൾക്കുണ്ടാവണം. കാരണം നമുക്കറിയാലോ, നമ്മൾ വിളിക്കുന്ന അതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കും. ഇന്ന് ഞാൻ മാനസികമായി ഓക്കെയാണ്, പക്ഷേ ഒരു നിമിഷം മതി മനസ്സിൻ്റെ താളം തെറ്റി ഈ പറയുന്ന വ്യക്തികളെക്കാളൊക്കെ 100 ഇരട്ടിയായിട്ട് വേഴ്സായിട്ട് ജീവിതം നയിക്കുവാനായിട്ട്. ആയതിനാൽ ആരെയും വിധിക്കാതിരിക്കട്ടെ, ആരെയും ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കതിന് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വാക്കുകൾ അത് ക്രമപ്പെടുത്തുവാനായിട്ട് ആ വാക്കുകളുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.